ഇനിയിപ്പോൾ ഒരുപാട് പച്ചക്കറികളൊന്നും ഇല്ലെങ്കിലും തക്കാളി മാത്രം വെച്ച് അടിപൊളിയായിട്ട് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുറുമയുടെ റെസിപ്പി ആട്ടോ ഇത്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയും ലഞ്ചിന്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറി കൂടെയാട്ടോ. എന്നാൽ പിന്നെ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് എളുപ്പത്തിലൊന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ആ ബെല്ലൈക്കണിലെ ഓള് തന്നെ മറക്കാതെ ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് എളുപ്പത്തിലൊന്ന് കണ്ടു നോക്കാം. ഇതുണ്ടാക്കാൻ ആദ്യമേ ഒരു മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ച് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകവും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ തേങ്ങയും ചേർത്ത് ഇതിലേക്ക് ഇനി ഒരു 5 തക്കാളി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് എണ്ണ അത്ര കുറയ്ക്കണ്ട കേട്ടോ, 5 എണ്ണം തന്നെ ചേർക്കണം കേട്ടോ. എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റിൽ ഈ കറി കിട്ടുള്ളൂ. നല്ല പഴുത്ത പുളിയില്ലാത്ത തക്കാളി നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിനി വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ അരച്ചെടുത്ത് മാറ്റിവെക്കാം. അതെ, ഇതുപോലെ അങ്ങ് അരച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇത് ഉണ്ടാക്കാനായി ഒരു കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് അങ്ങ് ചേർത്ത് കൊടുക്കാം. സവാള ഒന്നും ഒരുപാട് കളറൊന്നും മാറി വരണ്ട, ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറന്റ് ആയി വന്നാൽ മതിയാവും. ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റി എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 6-7 വെളുത്തുള്ളി അല്ലി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വലിയ വെളുത്തുള്ളി അലിയാണെങ്കിൽ ഒരു 2 എണ്ണം ഒക്കെ ചേർത്താൽ മതിയാവും, ഒന്ന് അരിഞ്ഞ് ചേർത്താൽ മതിയാവും കേട്ടോ. ഇത് അത്യാവശ്യം ഒന്ന് ട്രാൻസ്പെറന്റ് ആവുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. അതെ, ഇതുവരെയൊക്കെ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ച ആ മിക്സും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിൽ ചേർത്തേക്കുന്ന തക്കാളി ഒന്നും നമ്മൾ വയറ്റാതെ ചേർത്തേക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആ പച്ചമുളകൊക്കെ നല്ലപോലെ ഒന്ന് മാറണം കേട്ടോ. ആ എണ്ണയ്ക്ക് ഒന്ന് ചെറുതായിട്ട് തെളിഞ്ഞു വരണം, അതുവരെയും വഴറ്റിയെടുക്കണം കേട്ടോ. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് എടുക്കും കേട്ടോ ഇതൊന്ന് റെഡിയായി വരാൻ. തണ്ടിപ്പോ തക്കാളിയൊക്കെ ഒന്ന് വയണ്ട, വെള്ളമൊക്കെ ഒന്ന് വറ്റി റെഡിയായി, എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഒരു 1/2 ടീസ്പൂൺ ഒക്കെ ഗരം മസാലയും കൂടെ ചേർത്ത് നമുക്കിതിന്റെ പച്ചമണം മാറുന്നവരെയും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. പച്ചമണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഫ്ലെയിം ഒക്കെ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണം കേട്ടോ. ഇപ്പൊ നാട്ടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ആ എണ്ണയൊക്കെ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുവരെയൊക്കെ ഒന്ന് മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് മെയിൻ ആയിട്ടൊരു സാധനം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് 1 ടേബിൾ സ്പൂൺ കടലമാവ് കുറച്ച് വെള്ളത്തിലൊന്ന് അടിച്ചെടുത്ത കടലമാവ് അത്യാവശ്യം കട്ടകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നല്ലപോലെ ഒന്ന് അലിയിച്ചെടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് വീണ്ടും ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു കപ്പ് വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഈ കടലമാവ് ചേർക്കുമ്പോഴേക്ക് നമ്മുടെ കറിക്ക് നല്ലൊരു തിക്നെസ്സും ടേസ്റ്റും ഒക്കെ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ കടലമാവില്ലെങ്കിൽ ഒരു 6-7 കാഷ്യൂനട്ട് എടുത്ത് അതും കൂടെ ഒന്ന് അരച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇപ്പൊ ടോട്ടൽ ഒരു 1.5 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഈ കുക്കർ ഒന്ന് മൂടി വെച്ച് ഒരു 2 വിസിലൊന്ന് കേൾപ്പിച്ചെടുക്കാം കേട്ടോ. ആ 2 വിസിൽ കേൾക്കുമ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി കുറുമയാട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പൊ അതാണ്ട് 2 വിസിലൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അതാണ്ട് നമ്മുടെ കുറുമ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസിയിൽ എടുക്കാം കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് തിക്കായി വരണമെങ്കിൽ കുറച്ചു നേരം കൂടെ ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്താൽ ഒന്നും കൂടെ ഒന്ന് തിക്കായി വരും. അല്ലാതെ തന്നെ ഇത് ഇരിക്കുമ്പോഴേക്കും തണുക്കുമ്പോഴേക്കും കുറച്ചും കൂടെ ഒന്ന് തിക്കാവും കേട്ടോ. അപ്പൊ നമുക്കിത് ചൂടോടെ തന്നെ അങ്ങ് സെർവ് ചെയ്യാം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കുറുമ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കട്ടോ. അപ്പൊ ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.